ഹേ ഗൈസ്, ഈ വർഷത്തെ നീറ്റിന്റെ ജെയിന്റെ എക്സാം കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കീം ആണെങ്കിലും നീറ്റ് ആണെങ്കിലും. നീറ്റ് ഈ മാസം 5-ാം തീയതി ആയിരുന്നു, അത് കഴിഞ്ഞു. ജെയിന്റെ ആണ് റിസൾട്ട് വരെ വന്നു. കഴിഞ്ഞ മാസമായിരുന്നു ജെയിന്റെ റിസൾട്ട് വന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ വർഷം എൻട്രൻസ് എക്സാം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് ചിലർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സാർ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമായിട്ട് നീറ്റ് എക്സാം അല്ലെങ്കിൽ ജെഇ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിനി അടുത്ത വർഷം വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമിന് മുന്നേ നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഫിസിക്സിന് വേണ്ട എല്ലാ ടോപ്പിക്കും നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും, എല്ലാം പഠിക്കുന്നതായിരിക്കും. അടുത്ത വർഷത്തെ എൻട്രൻസ് എക്സാം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇങ്ങ് പോര് നമ്മൾ ബേസ് ലെവൽ തൊട്ട് നീറ്റും ജെയ്ക്ക് വേണ്ടി വേണ്ട എല്ലാ ടോപ്പിക്സും നമ്മൾ ബേസ് ഉൾപ്പെടെ നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും അല്ലെ. പിള്ളേർ പറയുന്നത് കേൾക്കാം, സാർ ഫിസിക്സ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് അല്ലെ, ഫിസിക്സ് തിയറി പഠിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് അല്ലെ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഒന്നും ആൻസർ കിട്ടത്തില്ല എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് നമ്മുടെ ബയോളജി, നമ്മുടെ സുവോളജി, ബോട്ടണിക്കാളും ഒക്കെ സിമ്പിൾ ആണ്. ജസ്റ്റ് ആ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഫിസിക്സ് ചിലപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാതെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അടുത്ത വർഷം എൻട്രൻസ് എക്സാമിന് ഫിസിക്സ് നല്ലോണം സ്കോർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങ് പോര് നമ്മൾ എല്ലാ ടോപ്പിക്കും, അത് കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഫിസിക്സിന് വേണ്ട NCERT എല്ലാ ചാപ്റ്റേഴ്സും അതേ ഓർഡറിൽ തന്നെ നമ്മളിവിടെ പഠിപ്പിക്കുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ. കാരണം നമുക്കറിയാം ഫിസിക്സിൽ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്ന സബ്ജക്റ്റ് ആണ് ഏത്, ഫിസിക്സ്. ക്ലിയർ ആണ്. ജസ്റ്റ് അത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബയോളജി കെമിസ്ട്രി പഠിക്കുന്ന പോലെ ഫിസിക്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിട്ട് മാറും. പക്ഷെ നമ്മൾ കൺസെപ്റ്റ് അറിഞ്ഞ് നമ്മൾ ബേസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് നന്നായിട്ട് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കോഴ്സും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അങ്ങനെ നീറ്റും ജെയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ. പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ പണ്ട് നീറ്റ് IIT എക്സാം എഴുതിയതാണ്. എനിക്ക് നീറ്റിന് നല്ല റാങ്ക് ഉണ്ടായിരുന്നു, ജെയ്ക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുകയാണ്. പിന്നെ എൻ്റെ ഫിസിക്സ് ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ടേ എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇയർ MBBS തൊട്ടേ ഞാൻ ഓഫ്ലൈൻ ആയിട്ട് പിള്ളേരെ പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായി, കുറേയേറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ പഠിത്തവും പിന്നെ ഈ ഓഫ്ലൈൻ കോച്ചിങ് എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പം യൂട്യൂബിൽ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് യൂട്യൂബിൽ ഇനി തൊട്ട് നമ്മൾ കുറച്ചുകൂടി യൂട്യൂബിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കും. അതായത് ഫിസിക്സിലെ എത്ര ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ ഓരോ ടോപ്പിക്കിൽ നിന്ന് എല്ലാ വർഷവും എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഒരു വെയിറ്റേജ്, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. ഓക്കെ, നമുക്ക് നോക്കാം. താങ്ക് യു.